ഇപ്പോൾ കരമന അഖിൽ കൊലപാതകത്തിൽ പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിനോദ് വാർത്ത വിശദാംശങ്ങളുമായി ചേരും. വിനോദ്, തെളിവെടുപ്പ് പുരോഗമിക്കുകയാണല്ലേ? അപർണ, ഇപ്പോൾ കരമന അഖിൽ വധക്കേസിലെ പ്രതികളുമായി സംഭവ സ്ഥലത്ത് കൊലപാതകം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹമാണ് പ്രതികളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. അഖിലിന്റെ ബന്ധുക്കളും ഈ പ്രദേശത്തെ നാട്ടുകാരും പ്രതികൾക്ക് നേരെ ആക്രോശിക്കുന്ന ഒരു സാഹചര്യം അവരെ പോലീസ് തടയുകയാണ്. വലിയ പോലീസ് വാനിലാണ് പ്രതികളെ ഇവിടേക്ക് എത്തിച്ചത്. അതിനുശേഷമാണ് തെളിവെടുപ്പ് നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. അഖിലിനെ വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്തേക്കിറക്കി. അതിനുശേഷം ഈ മൂന്ന് പ്രതികളും വീടിനടുത്തുള്ള ഒരു പറമ്പിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. മർദ്ദിക്കുമെന്ന് ഭയന്ന് ഈ യുവാവ് ഓടിക്കയറുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇവർ ഇരുമ്പ് വടികൊണ്ട് തലയിലടിക്കുകയും വലിയ ഭാരമുള്ള കല്ല് അഖിലിന്റെ ശരീരത്തിലേക്ക് വലിച്ചിടുകയും ചെയ്തു. 6 തവണയാണ് ഈ തരത്തിൽ കല്ല് അഖിലിന്റെ ശരീരത്തിലേക്ക് ഇവർ ഉയർത്തിയിട്ടത്. വലിയ ഭാരമുള്ള കല്ല് ഇടുകയായിരുന്നു. തല തല്ലി തകർത്തു. ഇരുമ്പ് വടി കൊണ്ട് 2019 കരമനയിൽ സമാനമായ രീതിയിൽ ഇവർ കൊലപാതകം നടത്തിയിരുന്നു. അന്ന് ഉത്സവപ്പറമ്പിലുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിലാണ് യുവാവിനെ ഈ കരമനയ്ക്ക് അടുത്തുള്ള നീറവൻകരയിൽ ഒഴിഞ്ഞ പുരയിടത്തിലേക്ക് കൊണ്ടുവന്ന് അതിക്രൂരമായി അന്ന് ഏവരും കണ്ടതാണ്. KGF സിനിമയിലെ ഡയലോഗ് എല്ലാം ചിത്രീകരിച്ചുകൊണ്ട് ആ യുവാവിനെ തല്ലിക്കൊല്ലുന്ന ചിത്രം അത് കരിക്കുകൊണ്ട് തലക്കിടിക്കുകയും കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും അതോടൊപ്പം തന്നെ കൈയിലെയും കാലിലെയും ഞരമ്പുകൾ അറുത്തുമാറ്റുകയും ചെയ്തിരുന്നു. 2019 അതിക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതികൾ തന്നെയാണ് ഈ കേസിലും ഉൾപ്പെട്ടത്. ഇപ്പോൾ ഇവരുടെ തെളിവെടുപ്പ് ഈ സംഭവ സ്ഥലത്ത് കൊലപാതകം നടന്ന സ്ഥലത്തുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതികളെ തിരികെ കൊണ്ടുവരികയാണ്. ഇന്ന് ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനുള്ള അവസാന ദിവസമാണ്. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അതിനിടയിലാണ് മറ്റിടങ്ങളിൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതികളെ ഇന്ന് ഈ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുന്നത്. അപർണ, ഇപ്പോൾ ഇവരെ ഈ വാഹനത്തിനുള്ളിലേക്ക് കയറ്റുകയാണ്. വീട്ടുകാരുടെ വലിയ പ്രതിഷേധം ഇവർക്ക് നേരെ ഉയർന്നു. പോലീസിന്റെ വലിയ സന്നാഹമുണ്ട്. പോലീസിന്റെ വാനിലാണ് പ്രതികളെ ഇവിടേക്ക് എത്തിച്ചത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇവരുമായി അന്വേഷണ സംഘം മടങ്ങുകയാണ്. പോലീസ് മടങ്ങുകയാണ്. വിനോദ, നമുക്ക് വലിയ പോലീസ് സംഘത്തിന് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധത്തെ തുടർന്നാണോ അത്രമാത്രം വലിയ പോലീസ് സംഘം എത്തിയത്? ഭവ്യ, ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതികളെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഈ കൊലപാതകത്തിൽ 4 പേരാണ് ആ വാഹനത്തിൽ സഞ്ചരിച്ചെത്തിയത്. 3 പേർ നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തു. കമ്പി കൊണ്ട് തലക്കടിക്കുകയും വലിയ ഭാരമുള്ള കല്ല് ശരീരത്തിലേക്ക് എടുത്തിടുകയുമായിരുന്നു. അത് CCTV ദൃശ്യങ്ങളിലാണ് പകർത്തിയത്. സമീപത്തെ ഒരു വ്യവസായ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളിലാണ് ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള ഏറ്റവും നിർണായകമായ തെളിവ് ലഭിച്ചത്. ഈ അഖിലിന്റെ ശരീരത്തിലേക്ക് വലിയ ഭാരമുള്ള കല്ല് വലിച്ചിടുകയും ഇരുമ്പ് വടി കൊണ്ട് തല അടിച്ച് തകർക്കുകയുമായിരുന്നു. ഇപ്പോൾ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം മടങ്ങുകയാണ്. പ്രതികളുമായി മടങ്ങുകയാണ്. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ മുഴുവൻ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് പൂർത്തിയാക്കി. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അന്വേഷണ സംഘം പ്രതികളുമായി എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം മടങ്ങുകയാണ്. ഭവ്യ, ഈ തെളിവെടുപ്പിനോട് പ്രതികൾ പൂർണ്ണമായി സഹകരിച്ചിരുന്നോ? എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? തെളിവെടുപ്പ് ഈ കൊലപാതകം നടത്തിയ സ്ഥലം ഉൾപ്പെടെ പ്രതികൾ കാണിച്ചു. ഏത് തരത്തിലാണ് കൊല നടത്തിയത് തുടങ്ങിയ വിവരങ്ങൾ എല്ലാം തന്നെ വിശദീകരിച്ചു. എവിടെ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന അതേ സ്ഥലം തന്നെയാണ്. അവിടെ എത്തിച്ചാണ് തെളിവെടുത്തത്. ഇരുമ്പ് വടി കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. തുടരെ തലക്കടിക്കുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പ് നടന്നിരിക്കുന്നു. ഇവർക്കെല്ലാം കൃത്യമായ ശിക്ഷ ലഭിക്കുമെന്ന് കൊടുക്കണം. അവനെയൊക്കെ തൂക്കിക്കൊള്ളണം സാർ. അവനൊക്കെ വെറുതെ വിടണ്ട. അവന്റെ പിള്ളേർക്ക് കണ്ടാൽ എങ്ങനെ ഇവർക്ക് ചെയ്യാൻ തോന്നി? 14 വയസ്സ് പോലും പറയില്ല. തുക്കൂരമുണ്ട്. ഇവനൊക്കെ ഒരിക്കലും വെറുതെ വിടരുത്. ഇവനൊക്കെ കൊല്ലണം. വെളിയിൽ വരരുത്. പ്രതീക്ഷയുണ്ടോ? അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ? അങ്ങനെ തന്നെ ഉണ്ട്. പ്രതീക്ഷയുണ്ട്. ഇവരിനി പുറലോകം കാണൂല. തൂക്കിക്കൊല്ലാൻ ഉള്ള വിധി അത് കിട്ടുകയും അതുവരെ കാത്തിരിക്കും. ഈ പുറലോകം കാണില്ലവര്.
പിതാവാണല്ലോ അഖിലിന്റെ അച്ഛനാണ്. എന്റെ മോൻ ഒരു തെറ്റിനോ ഒരു പെറ്റി കേസ് പോലും എന്റെ മോനില്ല. അവൻ കൊണ്ടുവരുന്നത് കഴിക്കാതെ നമ്മൾ ജീവിതം കഴിഞ്ഞു പോണത്. എന്റെ മോനെ ഇങ്ങനെ ചെയ്തവന്മാര് ഇനി ഈ തൂക്കിക്കൊള്ളല്ല നമ്മൾ അറിയണം. അത് മാത്രമേ നമുക്കറിയാവുള്ളൂ. ഇനി അവരെ അറിയാൻ പറ്റൂല, കാണാൻ പറ്റൂല. ഇവിടെ അന്ന് ഈ പ്രാവിനൊക്കെ തീറ്റ കൊടുത്തിരുന്ന സമയത്താണ് ആ സമയത്ത് തന്നെ തീറ്റ കൊടുത്തുകൊണ്ട് ഈ കൈ ഒടിച്ചിട്ടെങ്കിലും അവൻ കയറി അവൻ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കും. ആ സമയത്താണ് അവർ വന്നിങ്ങനെ ചെയ്തത്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന പ്ലാൻ കൊടുത്തു, അങ്ങനെ വന്ന് ചെയ്തതാണ്. ചെറിയ വാക്ക് തർക്കത്തിന്റെ പേരിൽ ചെറിയൊരു വാർത്തകളൊക്കെ ഉള്ളൂ. അവൻ വലുതാക്കിയില്ല. അവൻ വിചാരിച്ചു അന്ന് കഴിഞ്ഞെന്ന് അവ വീട്ടിൽ പറഞ്ഞതുമില്ല. ഇവര് നേരത്തെ തന്നെ കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകളാണ്. നേരത്തെ അവന്മാര് ഒരു പിള്ളയെ കൊണ്ടിട്ട് എന്റെ പിള്ളയെ പോലെ കൊന്നു. അവന്മാര് ഒരു ദിവസം ഫുള്ളായിട്ട് ഇഞ്ചാ കൊന്നവന്മാരാണ്. അതേപോലെ അവനെ തുറന്നഞ്ഞ് വിട്ട് എന്റെ മോനെ അതേപോലെ ചെയ്ത് ഇനി അവര് പുറലോകം കാണുമോ? അവര് ഇനി തൂക്കി കൊന്നിരിക്കണം. അത് മാത്രമേ അറിയൂ. നമ്മൾ അന്നേരെ നമ്മള് ആഹാരം നേരെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വാർത്ത അറിയണം. തൂക്കി കൊന്നിരിക്കണം. ഏതായിരുന്നാലും ഈ നിലയ്ക്കാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സമയത്തും അവന്മാരെ പുറലോകം കാണരുത്. അങ്ങനെ അവന്മാരെ വിട്ട ഞങ്ങളെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഞങ്ങളെ ആ കോടതി നടയിൽ മരിച്ചിരിക്കും. അതാണ് ഏതായിരുന്നാലും വീട്ടുകാരുടെ പ്രതികരണം ഇതാണ്. നേരത്തെയും ഇങ്ങനെ കൊലപാതകം നടത്തിയിട്ടുള്ള പ്രതികളാണ്. അതും നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയിട്ടുള്ള പ്രതികൾ. അവർ വീണ്ടും ഈ ജാമ്യത്തിലിറങ്ങി സമാന രീതിയിൽ ഒരു യുവാവിനെ അതിക്രൂരമായി, അത് ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ പേരിലുണ്ടായ വൈരാഗ്യം, അതിന്റെ പേരിൽ ഒരു യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി. ഏതായിരുന്നാലും ഇപ്പോൾ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഭവ്യ, വോട്ടെടുപ്പ് ദിനം പാപ്പനംകോട് ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കരമന അഖിൽ കൊലപാതക കേസിൽ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചതായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.